പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ധന്യവും ശ്രേഷ്ഠവുമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രികാലം ഫെയ്ത്ത് ലൈറ്റ് മീഡിയ യൂട്യൂബ് ചാനലിൽ കൂടി തിരുവചനത്തെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രികാലത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിടുതലും ആശ്വാസവുമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സർവശക്തനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് രാത്രികാലത്തെ ചിന്ത എന്ന് പറയുന്നത് നിന്നെ കാണുന്ന ഒരു സർവശക്തനായ ദൈവം. ഒരുപക്ഷെ നീ ചിന്തിക്കും, നിന്നെ യേശു കാണുന്നില്ല എന്ന്. നിന്റെ കിടപ്പ് യേശു കാണുന്നില്ല, നിന്റെ സാഹചര്യങ്ങൾ യേശു കാണുന്നില്ല, നിന്റെ അവസ്ഥ യേശു കാണുന്നില്ല എന്ന് ഒരുപക്ഷെ നീ ചിന്തിക്കുന്നു എങ്കിൽ, സർവശക്തനായ ദൈവം വ്യക്തമായി വചനം വെളിപ്പെടുത്തുന്നു, നിന്നെ കാണുന്ന ഒരു സർവശക്തനായ ദൈവം, നിന്റെ സാഹചര്യം എന്താണെന്ന് അറിയുന്ന ഒരു കർത്താവ്, നീ എവിടെയാണെന്ന് അറിയുന്ന ഒരു കർത്താവ്, നിന്റെ ഇരിപ്പ് എവിടെയാണെന്നും നിന്റെ കിടപ്പ് എവിടെയാണെന്നും എത്ര വർഷക്കാലം കൊണ്ടാണ് നീ പ്രതികൂലത്തിലായിരിക്കുന്നത് എന്നും കാണുന്ന ഒരു സർവശക്തനായ ദൈവം നമുക്കുണ്ട്. നമ്മളൊക്കെ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, കർത്താവ് എന്നെ കാണുന്നില്ല, എൻ്റെ വിഷയം കാണുന്നില്ല, എൻ്റെ സാഹചര്യം കാണുന്നില്ല, എൻ്റെ അവസ്ഥകളൊന്നും കർത്താവ് കാണുന്നില്ല എന്ന് നീ ചിന്തിക്കുന്നു എങ്കിൽ, തിരുവചനം നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു വേദവാക്യമുണ്ട്. 38 വർഷക്കാലം ബെഥെസ്ദ എന്ന് പറയുന്ന കുളത്തിന്റെ കരയിൽ കിടക്കുന്ന ഒരു വ്യക്തിയെ യേശു വന്ന് കാണുന്ന ഒരു സാഹചര്യം നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. കരുണയുടെ വീട് എന്നാണ് ബെഥെസ്ദയെ കുറിച്ച് പറയുന്നത്. ആ കരുണയുടെ ഭവനത്തിലേക്ക് കരുണയുള്ളവൻ കടന്നു വരുന്ന ഒരു സാഹചര്യം. കിടപ്പ് ബെഥെസ്ദ കുളത്തിന്റെ കരയിലാണ്. എന്നെ ചിന്തിപ്പിച്ച ഭാഗം, കരുണയുടെ വീട്ടിന്റെ വാതിൽക്കലാണ് കിടക്കുന്നത്. കരുണയുടെ വീടിന്റെ വാതിൽക്കലാണ് ബെഥെസ്ദ, കരുണയുടെ ഭവനം, സന്തോഷത്തിന്റെ ഭവനം എന്നൊക്കെ പറയും. 38 വർഷക്കാലമായി കിടക്കുന്നത് കരുണയുടെ ഭവനത്തിന്റെ പടിവാതിൽക്കലാണെങ്കിൽ, ഈ 38 വർഷക്കാലവും കിടന്ന സ്ഥാനത്തു നിന്ന് ഒരു വിടുതൽ ലഭിക്കുവാൻ കഴിയാതെ പരാജയപ്പെട്ട് കിടക്കുന്നവന്റെ അടുക്കലേക്ക് യേശു അവന്റെ അടുക്കലേക്ക് കടന്നു വന്ന് അവനെ കാണുവാനിടയായി തീർന്നു. ദൂത് വിളിച്ചു പറയാം, 38 വർഷക്കാലവും കരുണയുടെ ഭവനത്തിന്റെ വാതിൽക്കലാണ് നിൽക്കുന്നത്. പക്ഷേ ഒരു വിടുതലുമില്ല, ഒരാശ്വാസവുമില്ല. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ, വർഷങ്ങൾ കൊണ്ട് നാം കരുണയുടെ ഭവനത്തിന്റെ വാതിൽക്കലല്ലേ നിൽക്കുന്നത്. പക്ഷെ ഇന്നും വിടുതൽ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ കഴിയാതിരിക്കുമ്പോൾ, സർവശക്തനായ ദൈവം നിന്റെ അടുക്കൽ വന്ന് നിന്നെ കാണുവാനിടയായി തീരും. അതിനാധാരമായിട്ട് ഞാനൊരു വാക്യം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം മുതൽ ഇങ്ങനെ വായിക്കുന്നു. എന്നാൽ 38 ആണ്ട് രോഗം പിടിച്ച് കിടന്നൊരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇതാ ഞാൻ ആദ്യമേ പറഞ്ഞത്, നീ ഒരു പക്ഷേ യേശുവിനെ
കണ്ടിട്ടില്ല, കാണാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ബെഥെസ്ദ എന്ന് പറയുമ്പോൾ കരുണയുടെ ഭവനത്തിന്റെ പടിവാതിൽക്കലാണ് നിന്റെ കിടപ്പെങ്കിലും ഇന്നുവരെ യേശുവിനെ നീ കണ്ടിട്ടില്ല. എന്നാൽ 38 വർഷക്കാലം കിടന്ന നിന്നെ യേശു കണ്ടു. പലപ്പോഴും നമ്മൾ യേശുവിനെ കാണാതിരിക്കുമ്പോ സർവശക്തനായ ദൈവം നമ്മളെ കാണും. നമ്മളെ കാണുന്നൊരു സർവശക്തനായ ദൈവം. എന്തുകൊണ്ടാണ് 38 വർഷക്കാലവും നീ ആ കരുണയുടെ ഭവനത്തിന്റെ പടിവാതിൽക്കൽ കിടന്നിട്ടും യേശുവിനെ കാണാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് ആത്മീയ വെളിപ്പാടിൽ എനിക്ക് പറയാനുള്ളത് ഉപാധികൾ കൊണ്ട് മാറി നിൽക്കുകയാണ്. പല പല ഉപാധികൾ കൊണ്ട് നമ്മൾ ഒഴിഞ്ഞു നിൽക്കുന്ന സാഹചര്യമാണ്. അല്ലെ, ആ വാക്യം നമ്മോട് ചിന്തിക്കുമ്പോ യേശു അവനെ കണ്ടു. അവന്റെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു, സൗഖ്യമാകാൻ നിനക്ക് മനസ്സുണ്ടോ? ആ കുളക്കരയിൽ കിടന്നവൻ പറയുന്ന ഒരു കാര്യമുണ്ട്, സൗഖ്യമാകാൻ മനസ്സുണ്ട്, പക്ഷേ കുളം കലക്കുമ്പോൾ, അതത് സമയത്ത് ദൂതൻ വന്ന് കുളം കലക്കുമ്പോൾ എന്നെ ഇറക്കാൻ ആരുമില്ല. ഞാൻ അവിടെ വ്യക്തമായി മനസ്സിലാക്കുന്നു, ആമേൻ, ഉപാധികൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറി നിൽക്കുകയാണ്. 38 വർഷം കൊണ്ട് കരുണയുടെ വീടിന്റെ വാതിൽക്കലാണ് കിടക്കുന്നതെങ്കിലും ഈ 38 വർഷക്കാലം കൊണ്ട് ആമേൻ ദൂതൻ വരുമ്പോഴും കുളം കലക്കുമ്പോഴും ആമേൻ നിനക്ക് പോകാൻ കഴിയത്തില്ല എങ്കിൽ അത് ആമേൻ നിന്റെ ബലഹീനതയാണ്, ഉപാധിയാണ്. പലവിധമാകുന്ന ഉപാധികൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറി നിൽക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, 38 വർഷക്കാലവും ഈ കുളത്തിന്റെ കരക്കിലല്ലേ കിടക്കുന്നത്? കരുണയുടെ വീടിന്റെ വാതിൽക്കലല്ലേ നീ കിടക്കുന്നത്? ഒരു നിമിഷം ഒന്ന് ശ്രമിച്ചാൽ ആ വീടിന്റെ വാതിൽക്കകത്തേക്ക് നിനക്ക് പ്രവേശിക്കാൻ കഴിയത്തില്ലേ? എന്തുകൊണ്ട് ഉപാധികൾ പറഞ്ഞു മാറുന്നു? പലപ്പോഴും ജീവിതത്തിൽ ഓരോരോ ഉപാധികൾ പറഞ്ഞ് നാം ഒഴിഞ്ഞു മാറുമ്പോ സർവശക്തനായ ദൈവം വിളിച്ചു പറയുന്നു, ആമേ, കിടക്കയെടുത്ത് പോ. നാളിതുവരെ നിന്നെ അസൗഖ്യപ്പെടുത്തിക്കൊണ്ടിരുന്ന ചില കിടക്കയുണ്ടല്ലോ, നിന്നെ ഒതുക്കിക്കൊണ്ടിരുന്ന ചില വിഷയം. കിടക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ ആത്മീക വെളിപ്പാടിൽ ആമയെ ദൂത് പറയുന്നത്, നിന്നെ ആമയെ കിടത്തിക്കൊണ്ടിരിക്കുന്ന ചില പുതപ്പിന്റെ അനുഭവം, വിട്ടുമാറ്റാൻ കഴിയാതെ ഒട്ടിപ്പിടിച്ചു നിൽക്കുന്ന ചില പാപത്തിന്റെ അനുഭവം, ചില പ്രതികൂലത്തിന്റെ അനുഭവം, ചില വിദ്വേഷത്തിന്റെ അനുഭവം. ദൈവാത്മാവ് ഇന്ന് രാത്രികാല ദൂത് വിളിച്ചു പറയുക, സൗഖ്യമാകാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ ആമീൻ നിന്നെ പറ്റിപ്പിടിച്ച് കിടക്കുന്ന ഈ പുതപ്പുണ്ടല്ലോ, ആമീൻ ആ സ്ഥാനത്തുനിന്ന് നീ ഒന്ന് എടുത്തു മാറ്റുവാനിടയായി തീരണം. ആ പുതപ്പിന്റെ സ്ഥാനം നീ ഒന്നെടുത്ത് മാറ്റാൻ തയ്യാറാകുമ്പോ സർവശക്തനായ ദൈവം നിനക്ക് വേണ്ടി അവിടെ പ്രവർത്തിക്കുവാനിടയായി തീരും. നിന്റെ വിഷയത്തിന്റെ നടുവിൽ സർവശക്തനായ ദൈവം അവിടെ ഇറങ്ങി വരുവാനിടയായി തീരും. ഉപാധികൾ മാറട്ടെ, ആമീൻ, മുടന്ന ന്യായങ്ങൾ മാറട്ടെ, ജീവിത സാഹചര്യങ്ങൾ പലവിധമാകുന്ന ഉപാധികൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ മാറട്ടെ. കുളം കലക്കുമ്പോൾ എന്നെ ഇറക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞ് ഉപാധികൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ നോക്കുമ്പോൾ ദൂത് വിളിച്ചു പറയാം, 38 വർഷക്കാലവും നിന്റെ കിടപ്പ് ഈ കരുണയുടെ ഭവനത്തിന്റെ വാതിൽക്കലാണ് കിടക്കുന്നത്. എന്നാൽ ഇന്നുവരെയും അകത്തളത്തിലേക്ക് പ്രവേശിക്കാൻ നിനക്ക് ഇല്ലാതിരിക്കുന്ന മനസ്സൊന്നും മാറുവാൻ തയ്യാറാണെങ്കിൽ യേശു നിന്റെ വിഷയത്തിന്റെ അടുക്കൽ ഇറങ്ങി വരും. നിന്റെ പുതപ്പൊന്നും മാറ്റാൻ തയ്യാറാണെങ്കിൽ വിടുതൽ നിശ്ചയമായും സർവശക്തനായ ദൈവത്തോട് പ്രവർത്തിക്കുവാനിടയായി തീരും. പലപ്പോഴും നമ്മുടെ വിടുതലിന് തടസ്സമെന്ന് പറയുന്നത് പറ്റിപ്പിടിച്ചു നിൽക്കുന്ന ചില പുതപ്പിന്റെ അനുഭവങ്ങൾ,
വർഷങ്ങളായി ജീവിതത്തിൽ അലട്ടിക്കൊണ്ടിരിക്കുന്ന ചില പാപത്തിന്റെ അനുഭവങ്ങൾ, പറ്റിപ്പിടിച്ചിരിക്കുന്ന ചില പകയുടെ അനുഭവങ്ങൾ, ചില വിദ്വേഷത്തിന്റെ അനുഭവങ്ങൾ, ചില പ്രതികൂലത്തിന്റെ അനുഭവങ്ങൾ, ചില ദ്വന്ദ്വപക്ഷത്തിന്റെ അനുഭവങ്ങൾ ഇന്ന് രാത്രികാല ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുന്നു. 38 വർഷക്കാലമായി, വർഷങ്ങളായി നിന്റെ ജീവിതത്തോട്, നിന്റെ ആത്മിക ജീവിതത്തോട് പോരാടിക്കൊണ്ടിരിക്കുന്ന ചില പുതപ്പിന്റെ അനുഭവങ്ങളുണ്ടല്ലോ. ഇന്ന് രാത്രികാലം അതിനെ എടുത്തു മാറ്റാൻ നീ തയ്യാറാണെങ്കിൽ നിന്റെ വിഷയത്തിന് നടുവിൽ ദൈവാത്മാവ് പ്രവർത്തിക്കുവാനിടയായി തീരും. ഇന്ന് രാത്രികാലം സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് ജീവിതത്തിൽ മുറുകെ പറ്റി നിൽക്കുന്ന ചില പുതപ്പിന്റെ അനുഭവങ്ങളെ എടുത്തു മാറ്റിയാൽ സർവശക്തനായ ദൈവം നിന്റെ അടുക്കൽ ഇറങ്ങി വന്ന് നിന്റെ വിഷയത്തിന് പരിഹാരം നൽകി തരുവാനിടയായി തീരും. ആ പരിഹാരം നൽകി തരുന്ന സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ ഇന്ന് രാത്രികാലം ഹൃദയത്തെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. പറ്റിപ്പിടിച്ചിരിക്കുന്ന പാപത്തിന്റെ അനുഭവത്തെ ഒന്ന് അഴിച്ചു മാറ്റി, ഒന്ന് ഇറക്കി മാറ്റി ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ ചിന്തകളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.